K-Smart ഫിനാൻസ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് നമ്മുടെ K-Smart ഫിനാൻസ് മൊഡ്യൂളിൽ ബാങ്ക് ട്രഷറി അക്കൗണ്ട് വിവരങ്ങൾ രേഖപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ട ചെക്ക് വിവരങ്ങൾ എങ്ങനെയാണ് എൻട്രി ചെയ്യുക എന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക്. K-Smart ഫിനാൻസ് മൊഡ്യൂളിൽ ബാങ്ക് അക്കൗണ്ട് ക്രിയേഷൻ ചെയ്യുന്നതിനായി സർവീസസ് എന്ന മെനുവിൽ നിന്നും ഫിനാൻസ് മാനേജ്മെന്റ് എന്ന മെനു സെലക്ട് ചെയ്യുക. അവിടെ നിന്നും ബാങ്ക് അക്കൗണ്ട് ക്രിയേഷൻ എന്ന കാർഡ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നിലവിൽ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അവിടെ കാണാൻ കഴിയുന്നതാണ്. അവിടെ നിന്നും സെർച്ച് ഓപ്ഷൻ വഴി ബാങ്ക് അക്കൗണ്ടുകൾ സെർച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. താഴെ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് ബാങ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ കാണുന്ന സ്ക്രീനിലാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഹെഡ് കോഡ് എന്ന ഭാഗത്ത് 4502101 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനും 4502201 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രഷറി അക്കൗണ്ട് വിവരങ്ങളും രേഖപ്പെടുത്തുന്നതിന് സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ സ്ക്രീനിൽ ബാങ്ക് അക്കൗണ്ട്, ട്രഷറി അക്കൗണ്ട് വിവരങ്ങൾ മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാവും. ഞാനിവിടെ 4502101 ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തു. അക്കൗണ്ട് ടൈപ്പ് സേവിങ്സ് ആണോ കറന്റ് ആണോ എന്ന കാര്യം രേഖപ്പെടുത്തുക. ബാങ്കിന്റെ പേര് സെലക്ട് ചെയ്ത് നൽകുക. നിലവിലുള്ള മുഴുവൻ ബാങ്കിന്റെ പേരുകളും ഈ കോംബോയിൽ ലിസ്റ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ബ്രാഞ്ച് സെലക്ട് ചെയ്ത് നൽകുക. അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തുക. IFSC കോഡ് ഓട്ടോമാറ്റിക്കായി ബ്രാഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ വരുന്നതാണ്. ബാങ്കിന്റെ കോണ്ടാക്ട് വിവരങ്ങൾ രേഖപ്പെടുത്തുക. ബ്രാഞ്ച് അഡ്രസ് രേഖപ്പെടുത്തുക. ബ്രാഞ്ചിന്റെ ഇമെയിൽ ID രേഖപ്പെടുത്തുക. സബ് ലെഡ്ജർ നെയിം രേഖപ്പെടുത്തുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സബ് ലെഡ്ജർ നെയിം എന്ന ഭാഗത്ത് എന്താണോ രേഖപ്പെടുത്തുന്നത് ആ കാര്യങ്ങളായിരിക്കും ബാങ്കുമായി ബന്ധപ്പെട്ട മുഴുവൻ ട്രാൻസാക്ഷനിലും ഈ ബാങ്കിന്റെ പേരായി ലിസ്റ്റ് ചെയ്യുക. നെറ്റ് ബാങ്കിംഗ് എനേബിൾഡ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഡിഫോൾട്ടായി നോ തന്നെ കിടക്കുന്നതാണ്. താഴെ കാണുന്ന ഡിഫോൾട്ട് ബാങ്ക് എന്ന ഓപ്ഷൻ ടിക്കിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ബാങ്ക് ഏത് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും ആദ്യം ലിസ്റ്റ് ചെയ്യുന്നതായി കാണാൻ കഴിയും. നിങ്ങൾ കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ബാങ്ക് ഡിഫോൾട്ട് ബാങ്കായി ടിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബാങ്ക് മാത്രമാണ് ഡിഫോൾട്ട് ബാങ്കായി സെറ്റ് ചെയ്യാൻ കഴിയുക. ഈ ലോഗിനിൽ ഓൾറെഡി മറ്റൊരു ബാങ്ക് ഡിഫോൾട്ട് ബാങ്കായി സെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഡിഫോൾട്ട് ബാങ്ക് ഡിസേബിൾ ആയി കിടക്കുന്നത്. അടുത്തതായി ഇപേ എന്നുള്ള ചെക്ക് ബോക്സ് കാണാൻ കഴിയും. ഇപേ എന്നുള്ള ചെക്ക് ബോക്സിൽ ടിക്കിട്ട് കഴിഞ്ഞാൽ ഓൺലൈനായി നടത്തുന്ന മുഴുവൻ പേയ്മെന്റുകളും ഈ ഇപേ എന്ന് ചെക്ക് ബോക്സ് ടിക്കിട്ട ബാങ്കിലാണ് വരുന്നത്. അടുത്തത് ആക്റ്റീവ് ബാങ്ക് എന്ന ചെക്ക് ബോക്സ് ടിക്കിടുക. സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇത്തരത്തിൽ സേവ് ചെയ്ത ബാങ്ക് നമുക്ക് സബ്മിറ്റ് ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ബാങ്ക് അക്കൗണ്ട് ക്രിയേഷൻ പൂർത്തിയാവുകയുള്ളൂ. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്തു. നിലവിൽ നമ്മൾ K-Smart ഫിനാൻസ് മൊഡ്യൂളിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ട് ക്രിയേഷൻ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതിന് പ്രത്യേകം OVA പ്രോസസ് ഒന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. സബ് ലെഡ്ജർ നെയിം എന്ന ഭാഗത്ത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ പേരായിരിക്കും ബാങ്കുമായി ബന്ധപ്പെട്ട മുഴുവൻ ട്രാൻസാക്ഷനിലും ലിസ്റ്റ് ചെയ്യുക. ഡിഫോൾട്ട് ബാങ്ക് ടിക്കിടുന്ന കാര്യം പറഞ്ഞു. ഡിഫോൾട്ട് ബാങ്ക് ടിക്കിട്ട് കഴിഞ്ഞാൽ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ആദ്യമായി ഡിഫോൾട്ട് ബാങ്ക് ചെക്ക് ബോക്സ് ടിക്കിട്ടത് ലിസ്റ്റ് ചെയ്യുന്നു. ഇപേനെ കുറിച്ച് പറഞ്ഞു. ഇപേ ടിക്കിട്ട് കഴിഞ്ഞാൽ സിറ്റിസൺ പോർട്ടൽ വഴി വരുന്ന എല്ലാ പേയ്മെന്റുകളും ഇപേ ചെക്ക് ബോക്സ് ടിക്കിട്ട ബാങ്കിലാണ് വരിക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബാങ്കിന് മാത്രം ഇപേ എന്നത് ചെക്ക് ബോക്സ് ടിക്കിട്ട് നൽകിയാൽ മതിയാവും. ആക്റ്റീവ് ബാങ്ക് ടിക്കിടുന്നതോടുകൂടി സേവ് സബ്മിറ്റ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ക്രിയേഷൻ പൂർത്തിയായി. ഇനി നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബാങ്കിൽ ചെക്ക് എങ്ങനെ എൻട്രി ചെയ്യാമെന്ന് നോക്കാം. അതിനായി സർവീസസ് എന്ന മെനുവിൽ ഫിനാൻസ് മാനേജ്മെന്റ് എന്ന
മെനുവിൽ നിന്നും ചെക്ക് എൻട്രി എന്ന കാർഡ് സെലക്ട് ചെയ്യുക. നമ്മൾ എൻട്രി ചെയ്ത ബാങ്ക് സെലക്ട് ചെയ്യുക. ചെക്ക് സ്റ്റാർട്ടിംഗ് നമ്പർ, എൻഡിംഗ് നമ്പർ എന്നിവ രേഖപ്പെടുത്തുക. ചെക്കിന്റെ കൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു. സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയി കെ-സ്മാർട്ട് ഫിനാൻസ് മൊഡ്യൂളിലേക്ക് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ചെക്ക് വിവരങ്ങൾ എന്നിവ രേഖപ്പെടുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കെ-സ്മാർട്ടുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.